ഹായ് എല്ലാവർക്കും നമസ്കാരം. നമ്മളെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം കേട്ടോ. അപ്പോൾ മസാമറെ, ഞാൻ ഇന്ന് എന്താ പറയുക, നമ്മളെ പരിപാടി എന്ന് വെച്ചാൽ നമ്മൾ ക്രിസ്മസ് കാര്യങ്ങളൊക്കെ അല്ലേ വരുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ സ്റ്റാർ കാര്യങ്ങളൊക്കെ തൂക്കിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ചെറിയൊരു പുൽക്കൂട് ധ്യാനസിന് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ പുൽക്കൂട് ഉണ്ടാക്കേണ്ട പരിപാടി കേട്ടോ. അപ്പോൾ ധ്യാനസ് വാ ഇത് സഞ്ചിയൊക്കെ അടിക്കുന്നേ. അപ്പോൾ ധ്യാനസിന് എന്താ ഉണ്ടാക്കി തരുന്നു? അപ്പം പുൽക്കൂട് ഉണ്ടാക്കി തരുന്നല്ലേ. അപ്പോൾ നമ്മൾ നേരത്തെ അമ്മ പശുവിനെ കറക്കുന്ന വീടുണ്ട് കേട്ടോ. അപ്പോൾ ആ വീട്ടിൽ പോയിട്ട് നമ്മൾ കുറച്ച് കച്ചി, നമ്മുടെ നാട്ടിൽ കച്ചി എന്നാട്ടോ പറയാം, അല്ലെങ്കിൽ വരട് പുല്ല്. അപ്പോൾ വരട് പുല്ലൊക്കെ വാങ്ങി നമ്മളിവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ കെട്ടാൻ ആവശ്യമായിട്ട് കുറച്ച് കമ്പ് കാര്യങ്ങളൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട്. അത് കെട്ടാനുള്ള നമ്മളെ കയറും കൊണ്ടുവച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് കെട്ടേണ്ട പണി മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ജിത്യ അവളെ കുടുംബശ്രീൻ്റെ ഒരു പൈസ കൊടുക്കാനായിട്ട് പോയിട്ടാണ് ഉള്ളത്. അപ്പോൾ അവൾ വേഗം വന്നിട്ട് ഞങ്ങളെല്ലാവരും കൂടിയാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്താ വെച്ചാൽ കല്ലേരി അമ്പലത്തിൽ പോകണം കേട്ടോ. അമ്പലത്തിൽ ഉത്സവം നടക്കുവാണ്. ഉണ്ടെന്ന് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ അവിടെ പോകണം കേട്ടോ. അപ്പോൾ അതിന്റെ മുന്നേ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതിന്റെ പുൽക്കൂട് ഒരു എന്താ പറയാ 1 മണിക്കൂർ സമയമുള്ളൂ കേട്ടോ. 6-7 മണി നമുക്ക് പോകണം. അപ്പോൾ അതിൻ്റെ മുന്നേ ആയിട്ട് നമുക്ക് പുൽക്കൂടിൻ്റെ ഒരുവിധം പണിയൊക്കെ നമുക്ക് തീർത്ത് വെക്കണം കേട്ടോ. പിന്നെ ധ്യാനസിൻ്റെ ചുമ നല്ല രീതിയിൽ വ്യത്യാസമുണ്ട് കേട്ടോ. അപ്പോൾ ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ നമ്മൾ 10 ദിവസം സ്കൂളിൽ പറഞ്ഞേക്കാതെ നമ്മളിവിടെ നിപ്പിച്ചുകൊണ്ട് അതിൻ്റെ വ്യത്യാസങ്ങൾ കാണുന്നുണ്ട്. കാരണം ഇവ സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ ഇവൻ എന്താ ചെയ്യുക വെച്ചാൽ ഭയങ്കര ഓട്ടവും ചാട്ടവും ഒക്കെ ആയിരിക്കും കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മളിത് സ്കൂൾ വിടേണ്ടതെന്ന് ഡോക്ടർ പറഞ്ഞത് അല്ലേ ധ്യാനസേ? സ്കൂളിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഇതിന് ഭയങ്കര ഓട്ടമായിരിക്കൂലേ? ബോൾ കൊണ്ട് തട്ടി കളിക്കട്ടോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ ഇനി പുൽക്കൂട് ഉണ്ടാക്കുന്ന വിശേഷങ്ങൾക്ക് പോവാണേ. ഗൈസ് ഇതുണ്ടോ, നമ്മളെ കച്ചി ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് കമ്പ് കാര്യങ്ങളും പിന്നെ ഒക്കെ ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. പിന്നെ കെട്ടാൻ ആവശ്യമുള്ള വള്ളിയുണ്ട്. പിന്നെ കട്ട് ചെയ്യാനായിട്ട് കൊടുവോളം എടുത്തിട്ടുണ്ട്. ധ്യാനസ് ഇതാ ഊഞ്ഞാലാട്ടാ. അതുപോലെ നമ്മൾ ഇതാ എൻ്റെ സാധനങ്ങൾ അവിടെ ഉണ്ട് കേട്ടോ, കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ ആട്ടോ നമ്മൾ കെട്ടാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ നമ്മൾ സ്റ്റാർ തൂക്കിയിരിക്കുന്നുണ്ടാ. ഇതിൻ്റെ നേരെ ആട്ടോ സ്റ്റാറുള്ള ഉണ്ടാ, ഇവിടെയാണ് സ്റ്റാറുള്ളത്. അപ്പോൾ അവിടെ നിന്ന് കാണുന്ന തരത്തിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇവിടെ ഈ ഒരു ഭാഗത്ത് കെട്ടാന്നാട്ടോ നമ്മൾ വിചാരിച്ചിരിക്കുന്നത്. അപ്പം എനിക്ക് കെട്ടുന്ന പരിപാടി തുടങ്ങുന്നതാണ്. എൻ്റെ ഇതാ സാധനങ്ങൾ കണ്ടോ. പപ്പി ഇതാ പുൽക്കൂരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പുല്ലും മറ്റേ വടിയും മറ്റേ കയറും പിന്നെ ഇതെല്ലാം മറ്റേ വടിയും പിന്നെ മരത്തിന് മറ്റേ സാധനവും പിന്നെ കൊടുവാളും ഇതെല്ലാം എടുത്തുണ്ട്. ഞാനില്ലേ എപ്പോ ഇങ്ങനെ കൊരങ്ങനെ പോലെ ഞാൻ കുഞ്ഞാലടും ഒരിങ്ങനെ കയറിൻ്റെ അങ്ങനത്തെ ഇതില് കുഞ്ഞാല് ഇങ്ങനെ ഇതാ വപ്പ ഉണ്ടാക്കുന്നു. കുഞ്ഞാലേ ഇതാ വപ്പ ഉണ്ടാക്കുന്നു. മുട്ടിയുണ്ട് കട്ടിൻ്റെ മറ്റേ മുട്ട എടുക്കാൻ പോണേ. ആദ്യം നേരെ എവിടെ വെച്ച് കട്ടിൻ്റെ അടിയിൽ മുട്ടിയുള്ള നമ്മളപ്പോ ഇതെല്ലാം എടുത്തിട്ടുണ്ടാ. ഇതെല്ലാം പപ്പ എടുത്തു കൊടുക്കുന്നത്. ഞാൻ ചെയ്താ പപ്പേ ഇതാ ഇതില്ലേ ഇത്. അപ്പോൾ ഗായ്സ് നമ്മൾ വീഡിയോ എടുക്കാൻ നിന്നില്ല കേട്ടോ. പുൽക്കൂട് കെട്ടിയതിൻ്റെ വീഡിയോ എടുക്കാൻ നിന്നില്ല. കാരണം എന്താ വെച്ചാൽ നമ്മൾ ലേറ്റ് ആയിരുന്നു അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ. പിന്നെ രാത്രി ആയതുകൊണ്ട് തന്നെ വെട്ടം കുറവുണ്ടാവും. അപ്പോൾ ക്ലാരിറ്റി കുറവായിരിക്കും പിക്ചറിന്. അതുകൊണ്ട് നമ്മൾ എടുത്തില്ല. എന്തായാലും ഫിനിഷ് ചെയ്യുന്ന സമയത്ത് മുന്നേ ആയിട്ട് നമുക്ക് എടുക്കാമെന്ന് വെച്ചിട്ട് നമ്മൾ നേരെ എന്താ വെച്ചിട്ട് നേരെ കല്ലേരിക്ക് വന്നു കേട്ടോ. കല്ലേരി അമ്പലത്തിൽ പിന്നെ നമ്മൾ വരുന്ന സമയത്ത് നല്ല തിരക്കാട്ടോ. നല്ല തിരക്കെന്ന് വെച്ചാൽ നല്ല തിരക്കാണ്. അതുപോലെ ഇന്ന് നാടകം കേട്ടോ, ഇവിടെ പ്രാദേശിക നാടകം എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ അധികം നേരം അവിടെ നിന്നില്ല. നേരെ അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ച് തിരിച്ച് നമ്മൾ ചന്തയിലേക്ക് വന്നു കേട്ടോ. ചന്തയിൽ എന്ന് വെച്ചാൽ മുളക് ബജ്ജിയുണ്ട്, അതുപോലെ നമ്മളെ അലുവ പൊരി അതുപോലുള്ള അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡായിട്ട് നമ്മൾ പിന്നെ വളച്ചന്തയുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് വെച്ചാൽ കോളിഫ്ലവറും അതുപോലെ തന്നെ മുളക് ബജ്ജിയും വാങ്ങി നമ്മളതൊക്കെ കഴിച്ച് നേരെ നമ്മൾ വളച്ചന്തേൻ്റെ അടുത്ത് പോയി. വളച്ചന്തയിൽ നിന്ന് കുറച്ച് നേരം തിരികെ കറങ്ങി. നമുക്ക് എല്ലാവർക്കും വിശക്കുന്നുണ്ടായിരുന്നേ. അപ്പോൾ വിശക്കുന്നുണ്ടായിരുന്നെ നേരെ ഞങ്ങളെന്ന് വെച്ചാൽ പിന്നെ തലായിലുള്ള റെസ്റ്റോറൻറ്റിൽ വന്നിട്ട് അവിടെ നിന്ന് നമ്മൾ എല്ലാവരും ഭക്ഷണം കഴിക്കുന്ന കേട്ടോ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ലൈനായിട്ടിരിക്കുന്നത് അമ്മയും ധ്യാനസും പിന്നെ നേദിക്കും നയോമിയും ജിത്തിയും ആതിരയും
സെൽഫി എടുക്കുന്നതായിരിക്കും ഇവരെല്ലാം സെൽഫി എടുക്കുന്നതായിട്ട് എല്ലാവരും പോസ്റ്റ് ചെയ്തേട്ടാ. ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ ഇന്ന് രാത്രി പണിയൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം, രാത്രിയല്ല വൈകുന്നേരം കേട്ടോ നമ്മൾ ഈ പുൽക്കൂട്ടിൻ്റെ പണി തുടങ്ങി. അപ്പോൾ ഇന്നലെ വൈകുന്നേരം പിന്നെ കിട്ടുന്ന വീഡിയോ എടുത്തില്ല. കാരണം എന്താ വെച്ചാൽ വെട്ടത്തിൻ്റെ പ്രശ്നമുണ്ടാകും. കാരണം അതായത് വീഡിയോസിന് ഒരു തരി പോലെ ഉണ്ടാവും. ഇപ്പോഴത്തെ ഈ വീഡിയോനും തരി പോലെ ഉണ്ടാവും. കാരണം ഇപ്പോൾ രാവിലെ 6:30 മണിയായിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ 6:30 മണി നമ്മൾ എണീച്ച് കഴിഞ്ഞപ്പോൾ നേരെ വന്ന് എൻ്റെ ബാക്കി പണി തീർക്കാൻ തീർച്ചയായിട്ടാ. അപ്പോൾ 8 മണി നമുക്ക് പണിക്ക് പോവുകയും ചെയ്യണം. അപ്പോഴത്തേക്ക് കെട്ടാൻ പറ്റുന്ന അത്രയും കെട്ടി വെക്കാമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത് കേട്ടോ. ഇന്ന് രാത്രി കൊണ്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് ബാക്കി കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണം കേട്ടോ. അതായത് ലൈറ്റ് കാര്യങ്ങളും അതുപോലെ തന്നെ പിന്നെ നമ്മളെ യേശുവിനെ സ്ഥാപിക്കലും അങ്ങനെയുള്ള എല്ലാ പരിപാടിയും ഇന്ന് നടത്താമെന്നാണ് ഇന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ കുറച്ച് ഭാഗം കൂടി വെക്കാനുണ്ട്. പിന്നെ ഈ കച്ചി എന്ത് ചെയ്യണം, ഇതിൻ്റെ മേലെ വെച്ച് കെട്ടണം, സൈഡിൽ വെച്ച് കെട്ടണം, അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും വർക്ക് കഴിഞ്ഞേ. നമ്മൾ ഏതാണ്ട് ഒരു ഫിനിഷിങ് സ്റ്റേജിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. പെരിതാ മുറിക്കണ്ട അങ്ങനെ ഞാൻ കിടക്കണം, എന്നാലും അതിൻ്റെ ഭംഗി ഉണ്ടാവുള്ളൂ. അതിൽ ലെവലാക്കണം, അടിഭാഗമൊക്കെ ലെവലാക്കണം കേട്ടോ. അല്ല അങ്ങനെ തന്നോട്ടെ, സൈഡല്ലോ. ഇതിൻ്റെ മേൽഭാഗം ഒന്ന് ഫിനിഷ് ആക്കണം കേട്ടോ. ഇവിടെ എല്ലാം ഒന്ന് ചെറുങ്ങനെ ഫിനിഷ് ആക്കി എടുക്കണം. ഇപ്പം ഏതാണ്ട് ഞാൻ ചെറുങ്ങനെ ഫിനിഷ് ആക്കിയിട്ടാ. എന്താ ഈ ഭാഗം ഒരു ഫിനിഷിങ്ങിലായിക്ക് ഏകദേശം. ഇവിടെയൊക്കെ ചെറിയ ഒന്ന് ശരിയാക്കി എടുക്കണം. എന്താ ഇതുപോലെ ഒന്ന് ഒതുക്കി വെക്ക്, അങ്ങനെ കാണുമ്പോ കണ്ടാ ഇപ്പൊ വന്നു നോക്ക്. ഒന്ന് ഒതുക്കി വെക്കണം. പിന്നെ അടിയിലെല്ലാം ജാസ്തി കിടക്കുന്നെല്ലാം ഒന്ന് എടുത്ത് കളാം. അപ്പോൾ ഗൈസ് നമ്മളെ പുൽക്കൂടിൻ്റെ പണി ഏടെ ഒന്നും ആയിട്ടില്ല കേട്ടാ. അപ്പോൾ ഇന്ന് ഞാൻ പണി ലീവാട്ടാ. അപ്പോൾ പണി ലീവാണ്ട് എന്നെ ഇന്ന് ആ പുൽക്കൂടിൻ്റെ പണി മൊത്തം കഴിക്കാൻ വെച്ചിട്ടാ. അപ്പോൾ നമ്മൾ പുൽക്കൂട് കെട്ടാൻ തുടങ്ങിയിട്ട് ഏകദേശം 3 ദിവസമായേ. ഇന്നേക്ക് 3 ദിവസം കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ പണിക്കാരൊക്കെ സൈറ്റ് പറഞ്ഞാച്ച് തിരിച്ച് വരുന്ന സമയത്ത് അതിൻ്റെ ബാക്കിയുള്ള ആക്സസറീസ് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തൊക്കെയാണ് വാങ്ങിയെന്നുള്ള കാണിച്ചു തരാം. തൂക്കിയിടുന്ന സാധനങ്ങളല്ലേ. ഇനി ഈ രൂപങ്ങളെല്ലാം നമ്മളെ കഴിഞ്ഞ വർഷം നമ്മൾ കെട്ടിയപ്പോൾ ഉണ്ടായ സാധനം കേട്ടാ. ഈ കാണുന്നെല്ലാം നമ്മളെ കഴിഞ്ഞ വർഷം ഈ സ്റ്റാർ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ഇതൊക്കെ ഇപ്പൊ വാങ്ങിയേട്ടാ. ഈ ക്രിസ്മസ് അപ്പൂപ്പനും അതുപോലെ ഇതൊക്കെ ഇപ്പൊ വാങ്ങിയേട്ടാ. കുറച്ച് സാധനങ്ങൾ നമ്മളിപ്പോ വാങ്ങിക്കണ്ടേ, ഇതൊക്കെ ഇപ്പൊ വാങ്ങി. അപ്പൊ ഇത്രയും സാധനങ്ങൾ കേട്ടാ നമ്മള് പുൽക്കൂട് അനുഭവിക്കാനായിട്ട്. ലൈറ്റ്, മാല ബൾബ്, ഓക്കെ. ഇത്രയും സാധനങ്ങളൊക്കെ നമ്മൾ എന്താക്കണം, പുൽക്കൂടിന്റെ ഉള്ളിലേക്ക് സെറ്റ് ചെയ്യണം. അപ്പൊ നമ്മൾ സെറ്റ് ചെയ്യാം കൊണ്ടുപോകാൻ ഓരോ സാധനം കൊണ്ടോ. ഓരോ സാധനം കൊണ്ടോ. ആ സ്റ്റാർ എടുക്ക്, സ്റ്റാർ. വലിയ സ്റ്റാർ വേഗം കൊണ്ടുപോവാ. എന്തേടാ ഇത്? അല്ല അല്ല അതവിടെ നിന്നുണ്ടേ, അതല്ല അവിടെ തന്നെ. നമ്മുടെ വെച്ചേരും അവിടെ വെക്കും. അതോടെ നമ്മളെ വീട് തന്നെ അത്. നമ്മളെ വീട് പോലെ തന്നെ അല്ലേ. കത്തി വേണോ മുറിക്കാൻ, വള്ളി മുറിക്കാൻ കത്തി വാങ്ങിണ്ടാ. കത്തി എടുത്തണ്ട എടുത്തിട്ടാ ഇതാണ് നമ്മളെ പ്രോഡക്റ്റ്. പ്രോഡക്റ്റാ? എന്ത് പ്രോഡക്റ്റ്? ഇങ്ങനെ വേണ്ടല്ലോ.
കത്തി എടുത്തോടോ. ഇപ്പൊ അമ്മ എടുക്കുന്നുണ്ടോ ബ്രോ? നമ്മളെ വീട് തന്നെയത്. ഈ സ്റ്റാർ എടുത്ത് നോക്കും. ഈ സ്റ്റാറോ കെട്ടിക്കോട്ടെ, ഓരോന്നോരോന്ന് ഒപ്പം കിട്ടുന്നുണ്ടെങ്കിൽ. നമ്മളെ വീടല്ലേ, നമ്മളെ സ്റ്റാറോ ഒരു സ്റ്റാറല്ലേ? ഇതാ അടിച്ചതാ. ഇതാ 2 സ്റ്റാർ. നമ്മള് ഫുള്ള് സെറ്റ് ചെയ്തിട്ട് നമുക്ക് കാണിക്കാം അല്ലേ, അല്ലാണ്ട് ഇപ്പൊ കൊറേ സമയാവൂലേ? അടിച്ചോ. മൊത്തം സെറ്റ് ആക്കിട്ട് കാണിച്ചാലോ അനുസേ? ഓക്കേ കട്ടാക്കട്ടെ. ഇപ്പൊ കട്ടാക്കാം. ഞാൻ കട്ടാക്കാം. അപ്പോൾ ഗൈസ് നമ്മളെ ഏകദേശം ഒരു 99% നമ്മളെ പുൽക്കൂടിൻ്റെ പണി കഴിഞ്ഞിട്ടാ. അപ്പോൾ എങ്ങനെയാണ് പുൽക്കൂട് എന്നുള്ളത് ഒന്ന് കാണണ്ടേ? എല്ലാവർക്കും ഒരു ആകാംക്ഷ ആയിരിക്കില്ലേ എന്തായി എന്നുള്ളത്. അപ്പോൾ നമ്മൾ കാണിക്കാൻ പോവാണ്. അടിപൊളി സെറ്റപ്പ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എങ്ങനെയുണ്ട് എന്നുള്ളത് നിങ്ങൾ പ്രത്യേകം നമ്മൾ കമൻറ്റിൽ രേഖപ്പെടുത്തണം കേട്ടോ, എങ്ങനെയുണ്ട് നമ്മളെ പുൽക്കൂട് എന്നുള്ളത്. അപ്പോൾ നമുക്ക് കാണിക്കാം. ഗൈസ് നമ്മളെ ഇതാ നമ്മളെ പുൽക്കൂട് ഇവിടെ റെഡി ആയിരിക്കുകയാണ് മച്ചാമാരെ. എങ്ങനെയുണ്ട് നമ്മളെ പുൽക്കൂട് സെറ്റപ്പ് ആക്കിയത്? ഇവിടെ സ്റ്റാർ നോക്കിയിട്ടുണ്ട്, ഇവിടെ ക്രിസ്മസ് നോക്കിയിട്ടുണ്ട്, നിലത്ത് നമ്മളെ രൂപങ്ങൾ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അയ്യോ ഇവിടെ ഒരു പുല്ല് വന്നിട്ട് നമ്മളെ കുഞ്ഞി യേശുവിനെ കാണുന്നില്ല കേട്ടോ. എടുത്ത് കളയട്ടെ, ഇത് കുറച്ച് പുല്ലെടുത്ത് കളയാം. ഇങ്ങനെ ഇടക്കട്ടെ. അയ്യോ ഇവിടെ ഒരു ആട്ടുംകുട്ടി താഴത്ത് വീണുവല്ലോ. ഓക്കെ ഗൈസ് എങ്ങനെയുണ്ട് നമ്മളെ പുൽക്കൂടിൻ്റെ ഉൾവശം? സൂപ്പർ അല്ലേ? അതുപോലെ ലൈറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെയൊക്കെ ഫുള്ള് നമ്മൾ മാല ബൾബ് ഇട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതിൻ്റെ നമ്മളെ ചെടീൻ്റെ മുകളിലൊക്കെ മാല ബൾബ് ഇട്ടിട്ടുണ്ട്. ഇവിടെ സ്റ്റാർ കെട്ടി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ നമ്മളൊരു ക്രിസ്മസ് പാപ്പയെ തൂക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതുപോലത്തെ 2 എണ്ണം വാങ്ങിയിരുന്നേ. ഇതിപ്പോൾ 1 നമ്മൾ വെച്ചിട്ടുള്ളൂ. കാരണം നമുക്ക് ട്രീ ഉണ്ടാക്കാനാണെങ്കിൽ ഇത് 2 കൊണ്ട് ട്രീ ഉണ്ടാക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ എന്താക്കി 1 ഇവിടെ നമ്മളെ സഞ്ചി തന്നെയാണല്ലോ കേട്ടോ. അപ്പോൾ ഇനി രാത്രി ഇത് ഒന്ന് കത്തി കാണണം, എന്നാൽ അതിൻ്റെ ഒരു ലൈറ്റ് കൂടി കാര്യങ്ങളൊക്കെ വന്നാൽ അതിൻ്റെ ഒരു ഭംഗി കറക്റ്റ് വരുള്ളൂ അല്ലേ. അപ്പം നമുക്ക് രാത്രി ആ ലൈറ്റ് കാര്യങ്ങൾ കത്തുന്നതും കൂടി എടുത്തിട്ട് നമുക്ക് എന്താക്കാം നമ്മളെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. ഏകദേശം 3 ദിവസത്തെ കഷ്ടപ്പാട് കേട്ടോ. അതായത് കഷ്ടപ്പാട് 3 ദിവസം ഇല്ല, കാരണം നമ്മൾ പണി കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ ലേറ്റായി പോയത് കേട്ടോ. ഓരോ ദിവസം ഫസ്റ്റ് ദിവസം തന്നെ നമ്മൾ കംപ്ലീറ്റ് സ്ട്രക്ചർ കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിരുന്നു. 2ാം ദിവസം നമ്മൾ രാവിലെ എണീറ്റിട്ട് ഏകദേശം 1 മണിക്കൂർ കൊണ്ട് നമ്മളെ പുല്ല് കാര്യങ്ങളൊക്കെ വെച്ച് ഫുള്ള് സെറ്റപ്പ് ആക്കി എടുത്ത്, പിന്നെ ഇന്ന് ഏകദേശം ഒരു 1/4 മണിക്കൂർ കൊണ്ട് 1 മണിക്കൂർ കൊണ്ട് തന്നെ നമ്മളെ ബാക്കിയുള്ള ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് സെറ്റപ്പ് ആക്കി എടുത്ത കേട്ടോ. അപ്പോൾ പുൽക്കൂട് എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? അപ്പോൾ തീർച്ചയായിട്ടും അടിപൊളിയാണെങ്കിൽ അടിപൊളി എന്നുള്ള കമൻറ്റ് ചെയ്യാൻ മറക്കരുത്.